തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയത്തിൽ ഏറെ പങ്കുവഹിക്കുന്നവരാണ് കലാലയങ്ങളിലെ കന്നി വോട്ടർമാർ. വ്യക്തമായ നിലപാടും രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയുമാണ് ഇവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരുങ്ങുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന വോട്ടർമാരാണ് യുവതീ യുവാക്കൾ. അവർക്കിടയിലും കന്നി വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അല്പം കൂടി പ്രാധാന്യം നൽകും ഓരോ സ്ഥാനാർത്ഥികളും. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂരിലാണ്. ഒട്ടേറെ കന്നി വോട്ടർമാർ ഈ കലാലയത്തിലുണ്ട്. വോട്ടവകാശമൊക്കെ വിനിയോഗിക്കാനുള്ള സമയമായി. എങ്ങനെ കാണുന്നു വോട്ടെടുപ്പിനെ? ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ വോട്ട് ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല, അവിടെ നിൽക്കുന്ന മത്സരിക്കുന്ന ആളുടെ ക്യാരക്ടറും എങ്ങനെയാണ് നമ്മുടെ നാടിനെ ഗുണം ചെയ്യുക എന്നുള്ളതും കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഞാൻ വോട്ട് ചെയ്യുക. ഞാനത് വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. തീർച്ചയായും അതുപോലെ തന്നെയാണ്. വ്യക്തി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിരിക്കും എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. കുറച്ച് യങ്സ്റ്റേഴ്സ് കുറച്ചുകൂടി കയറി വന്ന കാരണം യങ്സ്റ്റേഴ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പൊക്കാനും പിന്നെ ഈ റോഡ് പണി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ കാലമായി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് യുവാക്കൾ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തിപരമായിട്ടായിരിക്കും എൻ്റെ വോട്ട്. പക്വതയില്ലായ്മ ഒരു പ്രശ്നമായി മാറും. നേതാവായി കഴിഞ്ഞാൽ ആൾക്ക് പക്വത ഇല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കളി തമാശയായിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവില്ല. അപ്പം ഇത്തിരി പക്വതയുള്ള ആള് വേണം. എങ്ങനെയാ, കന്നിവോട്ടാണോ? ആ, കന്നിവോട്ടാണ്. എങ്ങനെയുണ്ട് എക്സൈറ്റ്മെന്റ്? എത്രത്തോളം? നല്ലോണം ഉണ്ട്. അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അവിടെ ചെന്നാലേ അറിയുള്ളൂ. സ്ഥാനാർത്ഥികളെക്കാളും വലിയ ടെൻഷനാണ് നമുക്ക്. വോട്ട് ചെയ്ത് ജയിപ്പിക്കണ്ടേ? ജയിച്ചു വരുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്? ഇത് നാടിന് നല്ലത് ചെയ്യണം. പ്രശ്നങ്ങൾ എന്താന്ന് അത് തിരിച്ചറിഞ്ഞിട്ട് അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം. നാട്ടിൽ ഇനിയും മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റോഡുകൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന് മറ്റും ആഗ്രഹിക്കുന്നുണ്ട്. ഇവര് എന്താണ് ഇവിടെ നടത്താൻ തോന്നുന്നത് അത് ഇവിടെ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രയോജനമാവണം. രക്ഷിതാക്കളും ഒക്കെ ബന്ധുക്കളും ഒക്കെ ചിലപ്പം രാഷ്ട്രീയത്തിൽ ഉണ്ടാകാം, രാഷ്ട്രീയ പ്രവർത്തകരാകാം, ചിലപ്പോൾ സ്ഥാനാർത്ഥികളാകാം. അപ്പോൾ അവിടെ രാഷ്ട്രീയം ഒരു പ്രധാന ചർച്ചയായി മാറില്ല. സ്ഥാനാർത്ഥിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണെങ്കിലാണ് ഞാൻ വോട്ട് ചെയ്യുള്ളൂ. ബാക്കി കാര്യങ്ങൾ ബന്ധുവായാലും വീട്ടുകാരായാലും അതൊന്നും എന്നെ സ്വാധീനിക്കുന്നതല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും? റോഡ് തന്നെയാണ് മെയിനായിട്ട്. എല്ലാവിടെയും പാലം പണി അതും ഇതൊക്കെ പൊളിച്ചിട്ടേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാവിടെയും അവിടെ ബ്ലോക്കൊക്കെ അല്ലേ നടക്കണേ. വികസനത്തിന് വേണ്ടി അല്പം ക്ഷമ വേണമെന്നാണ് അവർ പറയുന്നത്. ക്ഷമ കുറെ നാളായില്ലേ, നമ്മൾ ക്ഷമിക്കണ്ടേ. ക്ഷമ കിട്ടൂല്ലേ? ക്ഷമ കിട്ടൂ. ഈ സ്ത്രീ സംവരണത്തോടെ എങ്ങനെ യോജിക്കുന്നത്? നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി ആണല്ലോ, അപ്പോൾ ഈ 50-50 ആയാൽ ഒന്നും കൂടി നല്ലതായിരിക്കും. സ്ത്രീ സുരക്ഷ കൂടുതലായിട്ട് വേണ്ട ഒരു കാലഘട്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതിന്? അതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി പുറത്തിറങ്ങിയാലും എവിടെ പുറത്തിറങ്ങിയാലും സ്ത്രീകൾക്ക് സുരക്ഷ എന്തായാലും വേണം. എനിക്ക് തോന്നുന്നു കൂടുതലും തൃശ്ശൂർ സ്ത്രീ സുരക്ഷാ കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂർ നടക്കുന്ന ഒട്ടുമിക്ക പരിപാടികളിലും സ്ത്രീ സാന്നിധ്യം ഒരുപാട് കാണാനുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ടോ? എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥകൾ അനുസരിച്ചായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ താല്പര്യപ്പെടുക. അത് മുഴുവനായി ബാധിച്ചില്ലെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തങ്ങളുടെ സമ്മതിദാനാവകാശം, അതും ആദ്യ വോട്ട് ഫലപ്രദമായി തന്നെ വിനിയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ വിദ്യാർത്ഥികളും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.